ഹായ് ഡിയേഴ്സ്, ഞാൻ അനിയത്തിൻ്റെ മോൾക്ക് വേണ്ടിയിട്ടൊരു ഡബിൾ സർക്കിൾ സ്കർട്ട് ആൻഡ് ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനായിട്ട് പോളിസ്റ്റർ മിക്സഡ് കോട്ടണിൽ 3 മീറ്റർ ക്ലോത്തും ലൈനിങ്ങിനായിട്ട് 2.5 മീറ്റർ പൈപ്പുമാണ് എടുത്തിട്ടുള്ളത്. സ്കർട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടാണ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. സ്കർട്ടിൻ്റെ താഴ്ഭാഗത്തായിട്ട് 7 ഇഞ്ച് വീതിയിൽ എന്തെങ്കിലും ഒരു എംബ്രോയിഡറി ചെയ്യാനാണ് ആദ്യം കരുതിയത്. ഡബിൾ സർക്കിൾ ആയതുകൊണ്ട് 7 ഇഞ്ച് വീതിയോളം ഉള്ളതുകൊണ്ടും സമയം ഒരുപാട് എടുക്കുന്നുള്ളതുകൊണ്ട് ഗോൾഡൻ കളർ ഫാബ്രിക് പെയിൻറ് വാങ്ങിയിട്ട് ഇതുപോലെ വരച്ചെടുക്കായിരുന്നു കേട്ടോ. പെയിൻറ് നല്ലോണം ഉണങ്ങിയതിന് ശേഷം ഈ ഒരു വലുപ്പത്തിലുള്ള ഗോൾഡൻ കളർ സ്റ്റോണുകൾ ഉപയോഗിച്ച് ഓരോ കള്ളികൾക്കുള്ളിലും 3 വീതം സ്റ്റോണുകൾ ഒട്ടിച്ചു കൊടുക്കുകയായിരുന്നു കേട്ടോ. ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചിട്ടാണ് ഞാൻ സ്റ്റോണുകൾ ഒട്ടിച്ചെടുക്കുന്നത്. ഈ ഒരു ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചെടുത്താൽ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഇളകി പോകുമോ എന്നുള്ളത് ചിലർക്കൊക്കെ ഉള്ളൊരു സംശയമാണ് കേട്ടോ. ചിലർക്കൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ അത് ഒട്ടിക്കാൻ അറിയാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് വലിയുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ സ്റ്റോൺ വെച്ച് കൊടുക്കാൻ. അപ്ലൈ ചെയ്ത് ഉടനെ തന്നെ ഒട്ടിക്കുമ്പോഴാണ് ഇളകിപ്പോരുന്നത്. വർഷങ്ങളായിട്ട് ഞാൻ ഈ ഒരു ഗ്ലൂ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതാവുമ്പോൾ റേറ്റും കുറവാണ്. എല്ലാ കള്ളികളിലും സ്റ്റോണുകൾ ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ഒരൊറ്റ ലൈനിൽ സ്റ്റോണുകൾ നല്ല തിക്കായി ഒട്ടിച്ചു കൂടി കൊടുത്തിട്ടുണ്ട്. സ്കർട്ടിൽ വർക്കിന് മാച്ചായിട്ടുള്ള ഒരു വർക്ക് ടോപ്പും ചെയ്യലായിരുന്നു കേട്ടോ പിന്നീടുള്ള ടാസ്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സീരിയൽ ആക്ടർ സരിതയുടെ വീഡിയോയിൽ ഉണ്ടാവാറുള്ള കുട്ടിയുടെ ചുരിദാറിലെ ടോപ്പിലെ വർക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് കണ്ടപ്പോൾ സ്കർട്ടിലേക്ക് മാച്ചാമെന്ന് തോന്നിയിട്ട് വരച്ചെടുത്തതാണ് കേട്ടോ ഇത്. അളവൊന്നും എടുക്കാതെ തന്നെ വരച്ചാൽ ശരിയാവുന്നുള്ള എൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് മൂലം അവിടെ ആയിട്ട് വളഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് മുത്ത് ശരിയാക്കി കൊടുക്കായിരുന്നു. നിങ്ങൾ വരക്കുന്ന സമയത്ത് അളവൊക്കെ എടുത്തിട്ട് വൃത്തിയിൽ വരച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യം സെൻറ്ററിലെ വൈറ്റ് കട്ട് ബീഡ്സും 2 സൈഡിലും ഗോൾഡൻ കളർ കട്ട് ബീഡ്സുമാണ് കേട്ടോ തുന്നിക്കൊടുത്തത്. പക്ഷെ അങ്ങനെ ആയപ്പോൾ വൈറ്റ് ബീഡ്സ് ഒട്ടും എടുത്ത് കാണിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് പിന്നീട് ഒരു ലൈന് വൈറ്റും സെക്കൻഡ് ലൈന് ഗോൾഡനും തുന്നിക്കൊടുക്കുകയായിരുന്നു കേട്ടോ. ബീഡ്സ് വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന സൂചിയിൽ നൂല് കോർത്തിട്ട് 2ആയി മടക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള അത്ര നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് കെട്ടിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യേണ്ടത്. ഓരോ ബീഡ്സുകളായിട്ട് എടുത്തിട്ട് വരച്ചതിന് മുകളിലൂടെ തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചധികം ബീഡ്സുകൾ ഒന്നിച്ച് കോർത്തെടുത്ത് ചെയ്യുമ്പോൾ വർക്ക് നമ്മൾ വിചാരിച്ചത്ര വൃത്തിയാവില്ല കേട്ടോ. വീഡിയോയിൽ കാണുന്നത് പോലെ ബീഡ്സ് വെച്ച് കൊടുക്കേണ്ടതിന് മുൻവശത്തായി കുത്തിയെടുത്തിട്ട് ബീഡ്സ് കോർത്തെടുത്തതിന് ശേഷം ബീഡ്സിന് ബാക്കിലായിട്ടാണ് സൂചി കുത്തിയിറക്കേണ്ടത്. അങ്ങനെയല്ല ചെയ്യുന്നതെങ്കിൽ ഡ്രസ്സ് ഉപയോഗിക്കുന്ന സമയത്ത് നൂലൊന്ന് പൊട്ടിപ്പോയാൽ ഒരുപാട് ബീഡ്സുകൾ ഇളകിപ്പോരും. ഇതുപോലെ ചെയ്താൽ അങ്ങനെ എല്ലാം കൂടെ ഇളകിപ്പോരില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ലാസ്റ്റ് ലുക്ക്. ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.